ഇപ്പോൾ സംവിധായകൻ മധുപാൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ മധുപാൽ, എങ്ങനെ ഓർത്തെടുക്കുന്നു മലയാളത്തിന്റെ അമ്മയെ? ലോകത്തെങ്ങുള്ളൊരു മലയാളിക്ക് അമ്മ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ചലച്ചിത്ര രൂപമാണ് അക്ഷരാർത്ഥത്തിൽ പൊന്നമ്മ ചേച്ചി. കാരണം പൊന്നമ്മയ്ക്ക് ഉള്ള ഒരു വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രമേൽ സ്നേഹത്തോടു കൂടിയാണ് ഓരോ മനുഷ്യനെയും അവർ ചേർത്ത് നിർത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഞാൻ ഇതിനൊരു 90 മുതൽ എനിക്ക് കാണാൻ തുടങ്ങിയിട്ടുള്ള ഒരു അമ്മയാണത്. അങ്ങനെ ഓരോ സെക്കൻഡിലും ആ കാലത്ത് കാണുമ്പോഴും ഇന്നും ഒക്കെ നമ്മൾ നിൽക്കുന്ന നമ്മുടെ വീട്ടിലെ ഒരാൾ ഒപ്പമുള്ള ഒരാൾ, കാരണം എന്നെ പ്രസവിച്ചില്ല എന്ന് പറയുന്ന ഒരു തോന്നൽ തരുന്ന അത്രയും സ്നേഹത്തോടു കൂടി മാത്രം അമ്മയെന്ന് വിളിക്കുന്ന ഒരു ആളുടെ വിയോഗം. അത് തന്നെയാണ് മധുപാൽ ഇപ്പോൾ നമ്മളോട് സംസാരിച്ച സംവിധായകരായിക്കോട്ടെ, സിനിമാ താരങ്ങളായിക്കോട്ടെ, ഇവരെല്ലാവരും പറയുന്ന ഇതേ കാര്യം തന്നെയാണ്. അതായത് സിനിമ സ്ക്രീനിൽ മാത്രമല്ല, അതിനപ്പുറവും അവരോടെല്ലാം വ്യക്തി ജീവിതത്തിലും ഒരു അമ്മയുടെ സ്നേഹം നൽകി, വാത്സല്യം നൽകി, ഒരു അമ്മയെ പോലെ തന്നെ പെരുമാറി അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു കവിയൂർ പൊന്നമ്മ എന്നുള്ളതാണ്. അത്തരത്തിൽ നല്ല മുഹൂർത്തങ്ങൾ ഒരുപാട് താങ്കൾക്കൊപ്പം ഉണ്ടാകും വ്യക്തി ജീവിതത്തിൽ. ഓർത്തെടുക്കാൻ കഴിയുമോ ഈ നിമിഷം? എനിക്ക് ഏറ്റവും ഞാൻ കൾച്ചറൽ സെലക്ട് ബോർഡിന്റെ ചെയർമാൻ ആയതിനു ശേഷം, ആ ചാർജ് എടുത്തതിന് ശേഷം ഒരിക്കൽ അമ്മയെ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ കുറച്ച് സുഖമില്ലാത്തൊരവസ്ഥയായിരുന്നു. എങ്കിൽ പോലും അമ്മ വയ്ക്കണം, സിനിമയിൽ വീണ്ടും അഭിനയിക്കണം എന്ന് പറയുന്ന ഒരു മനസ്സ് അവർക്കുണ്ട് എന്നുള്ളത് ഞാൻ കാണുകയും ചെയ്തിട്ടുള്ളതാണ്. കാരണം എപ്പോഴും പറഞ്ഞൊരു വാചകമാണ് എന്നെ ശരിക്കും ഒന്ന് വിഷമിപ്പിച്ചുള്ള സാധനം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ സിനിമയിൽ അമ്മയും അമ്മൂമ്മയും ഒന്നും ഇല്ലല്ലോ എന്ന് പറയുന്നൊരു ഒരു നമ്മള് അത് പറയുമ്പോഴും പിന്നെ അമ്മ പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് അത് സാരല്ല, ഒരു തമാശ മട്ടിൽ തന്നെയാണ് അമ്മ അത് പറയുന്നത് എന്നുള്ളതാണ്. അതൊരു നമുക്കുണ്ടാക്കുന്ന ഒരു വലിയ സങ്കടമാണ് അത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ. എന്നാൽ പോലും ഇതുപോലെ ഒരാള് പിന്നെ മലയാള സിനിമയിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരുന്നു എത്രയോ വർഷങ്ങളായിട്ട്. പിന്നെ മാത്രമല്ല, വേറൊരു കാര്യം കൊണ്ട് എനിക്ക് തോന്നിയിട്ടില്ല, അമ്മ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നത് ഈ സാധാരണ രീതിയിൽ ഡിഫറെന്റ് ആയ ഷെയ്ഡ്സിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് അവരുടെ ഉള്ളിലുണ്ട് എന്നുള്ളതാണ്. അത് പലപ്പോഴും ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും എന്നിട്ട് പറയുകയും ചെയ്യും, എന്നെ അങ്ങനെ ഒരിക്കലും ഒരു നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഒരു ഇതായിട്ടൊന്നും ആരും ചിന്തിക്കുക പോലുമില്ല. മലയാളത്തിലെ ഒരു സംവിധായകനും അങ്ങനെ ആലോചിക്കില്ല, ഒരു പിന്നെ സിനിമയിലുള്ള പ്രവർത്തകരും അങ്ങനെ ആലോചിക്കില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതൊരു തമാശ മട്ടിൽ തന്നെയാണ് അമ്മ പറയുന്നത്. പക്ഷെ എന്തെങ്കിലും ഒരേ ക്യാരക്ടേഴ്സ് തന്നെയാണ് അമ്മ ചെയ്തിട്ടുള്ളതെല്ലാം. അതിന്റെ ഒരു അദ്ദേഹത്തെ ഈ സ്നേഹത്തിന്റെ വിവിധ ഭാവങ്ങൾ അവർ ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഈ തനിയാവർത്തനം പോലെയുള്ള ഒരു ചലച്ചിത്രത്തിൽ മകനെ വിഷം കൊടുത്ത് കൊല്ലുന്ന സ്വയം മരിക്കാൻ തയ്യാറാകുന്ന ഒരു അമ്മ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടെന്ന്. കാരണം പക്ഷെ അത് സ്നേഹത്തിന്റെ ഹൈ എൻഡ് ലെവലിലേക്കുള്ള ഒരു കൺസെപ്റ്റിൽ നമുക്ക് കാണേണ്ടി വരും. കാരണം അങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ളൂ. ഒത്തിരി സിനിമകൾ ഇപ്പം ആരംഭകാലത്ത് നിർമാല്യം പോലെയുള്ള സിനിമകളിൽ പോലും മക്കളുടെ വിശപ്പടക്കാൻ വേണ്ടിയിട്ട് അന്യപുരുഷന്റെ സഹായം തേടേണ്ടി വന്ന ഒരു അമ്മ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ എന്തൊക്കെ തന്നെ ആയാൽ പോലും അതിനകത്തൊരു സ്നേഹത്തിന്റെ എലമെന്റ് വെച്ചിട്ടല്ലാതെ ഒരിക്കൽ പോലും കവിയൂർ പൊന്നമ്മയെ കാണാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് ആ സ്നേഹം അവർ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്നതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് അവരുടെ സിനിമകള് ഉള്ള കാലത്തോളം അവര് ഇവിടുന്ന് പോയി എന്ന് പറയുന്നത് നമ്മൾ പറയില്ല. കാരണം അവരുടെ ആ അമ്മ എന്ന് പറയുന്നൊരു രൂപം നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും ശ്രീ മധുപാൽ, നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരുപാട് ഡിഫറെന്റ് ഷെയ്ഡുകളിലുള്ള കഥാപാത്രം ചെയ്യാൻ പറ്റിയിരുന്നില്ല, അത്തരത്തിലുള്ള അവസരം ലഭിച്ചിരുന്നില്ല എന്നുള്ളതിൽ ചെറിയ വിഷമം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടുകയാണ് എന്ന് കരുതി മാറി നിൽക്കാനോ അഭിനയത്തിൽ നിന്ന് പിന്മാറാനോ അല്ലെങ്കിൽ അത്തരത്തിലൊരു ശാഠ്യം കാണിച്ച് പിൻവാങ്ങി നിൽക്കുന്ന ഒരു പ്രകൃതമായിരുന്നില്ല അല്ലെ അഭിനയത്തോടുള്ള അഭിനിവേശം? അത് ഏത് കഥാപാത്രത്തിലൂടെയും കാണിക്കും. അതെ, കിട്ടിയ എല്ലാ വേഷങ്ങളും അവരെ സമീപിച്ചിട്ടുള്ള വേഷങ്ങളെല്ലാം അവർ വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് അത് സ്വീകരിച്ചിട്ടുള്ളത്. ആ സ്നേഹം നമുക്ക് സ്ക്രീനിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. കാരണം സ്നേഹത്തിന്റെ ഒരു പര്യായം തന്നെയായിട്ടാണ് അമ്മ ചെയ്തിട്ടുള്ള എല്ലാ വേഷങ്ങളും. കാരണം ഞാൻ പറയില്ല, ഏറ്റവും രസം വെച്ചാൽ മോഹൻലാലും ലാൽ സാറും അമ്മയും കൂടി ചെയ്തിട്ടുള്ള വേഷങ്ങളിലെല്ലാം ഒന്ന് ആലോചിച്ചാൽ മതി. എത്രയും കൃത്യമായ ഒരു അമ്മയും മോനും എന്ന് പറയുന്നത് പോലെ വേറൊരു കോംബോ ഇല്ല. കാരണം ലാൽ സാറിന്റെ അമ്മ തന്നെയാണ് പൊന്നമ്മ എന്ന് പറയുന്നത്. അത്രയും തോന്നലുണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു സമൂഹവും മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ ഒരു കാലം വരുന്നതിനൊക്കെ മുമ്പ് നമുക്ക് അത്രത്തോളം വ്യക്തി ജീവിതത്തിൽ അറിയുന്നുണ്ടായിരുന്നില്ലല്ലോ പലർക്കും സിനിമാ മേഖലയിലുള്ള ആളുകളെ കുറിച്ചൊക്കെ.
അല്ല അല്ല, കാരണം സിനിമയിൽ അത്രമേൽ അതായത് അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവർ ചെയ്തിട്ടുള്ള കിരീടമായാലും ചെങ്കോലായാലും എന്നൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന സിനിമകളാണ്. അപ്പൊ ആ സിനിമകളിലൊക്കെ ഇവർ ചെയ്തില്ല. ഇപ്പം ബാബാ കല്യാണി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട്. നമ്മൾ വെറുതെ ചിലൊരു ആക്ഷൻ ഓറിയന്റഡ് സിനിമയാണെങ്കിൽ പോലും ആ സിനിമയിൽ ഇവർ തമ്മിലൊരു കോമ്പിനേഷൻ ഉണ്ട്. അമ്മയും മോനും അല്ല, പക്ഷെ എങ്കിൽ പോലും അതിനകത്തൊരു ക്യൂട്ട്നെസ് ഉണ്ട്. അതെല്ലാം കാരണം അത്രയും അടുപ്പം തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഇവർക്ക് ബിഹേവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അതൊരു വല്ലാത്ത തോന്നിയിട്ടുണ്ടെന്ന്. കാരണം ഞാൻ അങ്ങനെ ഒരു അമ്മയും മോനും എന്ന് പറയുന്നത് ഒരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഉള്ള ഒരു അമ്മയും മോനും തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടല്ലോ. അത് നമുക്കൊക്കെ പോകുമ്പോഴും നമുക്കത് ഫീൽ ചെയ്തിട്ടുള്ളതും അത് തന്നെയാണ്. നമ്മളോട് പെരുമാറുന്നതും നമ്മളെ കാണുന്നതും സ്വന്തം മകനെ പോലെ എന്ന് പറയുന്നത്. കാരണം ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം, രേണു ചേച്ചിയുമായിട്ട് എനിക്ക് നല്ല അടുപ്പം ഉണ്ടായിരുന്നതാണ്. അവര് സിസ്റ്റർ ഞങ്ങളൊന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ള രേണു ചേച്ചി ഞാനും അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ ഈ എല്ലാ കാര്യങ്ങളിലും അമ്മയുമായിട്ടൊരു അടുപ്പം ഉണ്ടാകുന്നുണ്ട്. കാരണം അതൊരു കുടുംബം പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ള സ്ഥലമാണ്. ആ സ്നേഹം എന്നോടും അമ്മ കാണിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം എനിക്ക് തോന്നിയത് ശ്രീ മധുബാല, ഈ 20കളിലൊക്കെ ഈ അമ്മവേഷം ചെയ്യാൻ എത്രത്തോളം ആളുകൾ നടിമാർ തയ്യാറാകുമെന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പക്ഷെ ഒരു മടിയും കൂടാതെ എല്ലാ കഥാപാത്രങ്ങളും നന്നായി അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഈ സിനിമയോടുള്ള കവിയൂർ പൊന്നമ്മയുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ അഭിനയത്തോടുള്ള ആ ഒരു താല്പര്യം കൂടിയാണ് അതിൽ കാണിക്കുന്നത്, അല്ലേ? അതിനകത്ത് ഏറ്റവും വലിയ കാര്യം നാടകമായിരുന്നു അമ്മയുടെ ഒരു ആദ്യത്തെ തട്ടകം എന്നുള്ളത്. നാടകത്തിനകത്ത് എപ്പോഴും അങ്ങനെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പ്രായം നമ്മൾ ഒരിക്കലും കൺസിഡർ ചെയ്യപ്പെടാറില്ല. നന്നായിട്ട് ബിഹേവ് ചെയ്യും, നന്നായിട്ട് അഭിനയിക്കുമെന്ന് തോന്നുന്ന ഒരാളെ പലപ്പോഴും ഉണ്ടാകുന്ന ഏത് പ്രായത്തിലുള്ള വേഷവും ചെയ്യിക്കാൻ അവര് സന്നദ്ധരാകും. നാടകത്തിനകത്താണ് ഈ പൊതുവെ സത്യത്തിൽ പണ്ടത്തെ നാടകങ്ങളിലാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തത്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാൾ ഏറ്റവും പ്രായമുള്ള ഒരാളുടെ വേഷം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നാടകത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒട്ടും മടിയില്ലാതെ സത്യന്റെ അമ്മയായിട്ട് പോലും അഭിനയിക്കാൻ ഉള്ള ഒരു ധൈര്യമുണ്ട് എന്നുള്ളതാണ്. അതൊരു നിസ്സാരമായിട്ടില്ല. കാരണം അവസാന ആക്ട്രസ് അവര് പരിപൂർണമായിട്ട് 100% അഭിനേത്രിയാണ്. കാരണം കയ്യിൽ കിട്ടുന്ന കഥാപാത്രത്തെ അഭിനയിപ്പിച്ച് വലിപ്പിക്കുക, അത് പ്രേക്ഷകന്റെ മനസ്സിൽ നിലനിർത്തുക എന്ന് പറയുന്ന ഒരു ശീലം മാത്രമേ അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം.